ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 60-ാമത്തെ ശ്ലോകം, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല, തൻ്റെ സ്വജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ സാധിക്കത്തില്ല, ഇതിനേക്കാൾ ഭേദം കാട്ടിലേക്ക് പോകുന്നതാണ്, രാജ്യം വേണ്ട, ഒന്നും വേണ്ട, ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വധിച്ചിട്ട് കിട്ടുന്ന ആ രാജ്യം, ആ ഐശ്വര്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ അർജുനൻ തളർന്ന് ഇരിക്കുകയാണ്. അപ്പോൾ കർമ്മം ചെയ്യുവാനായി ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്കതിന് സാധിക്കുന്നില്ല, ഭഗവാൻ എനിക്ക് ജ്ഞാനം നൽകുക എന്ന് അർജുനൻ പറഞ്ഞതനുസരിച്ചിട്ടാണ്, അതായത് സർവേശ്വരനോട് അർജുനൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് വെളിച്ചം നൽകിയാലും, എനിക്ക് ജ്ഞാനം നൽകിയാലും, എന്നെ നേർവഴിക്ക് നടത്തിയാലും, എൻ്റെ മനസ്സിനെ ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സഹായിക്കൂ എന്ന് മനസ്സ് തകർന്നു നിന്ന പാർത്ഥൻ സർവേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ച് കൊടുത്തത്. ആ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 60-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. യതതഃ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനനിഷ്ഠയ്ക്കായി സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ ഹി അപി എന്ന് ഒന്നിച്ചെഴുതിയിരിക്കുന്നു. അത് ഹി എന്നും അപി എന്നും 2 വാക്കുകൾ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹി എന്നത് തീർച്ചയായും എന്നാണ് അർത്ഥമാക്കുന്നത്. അപി എന്നാൽ സാധാരണ എല്ലാവർക്കും അറിയാം എന്താണ്, സമമായ. കൗന്ദേയ, ആരാണ് കൗന്ദേയൻ? കുന്തിപുത്രൻ അർജുനൻ. പുരുഷസ്യ, പുരുഷസ്യ മനുഷ്യൻ. അതുപോലെ വിപശ്ചിത, ആരാണ്? വിപശ്ചിത ജ്ഞാനികൾ. ഇന്ദ്രിയാണി, ഇന്ദ്രിയ വിഷയങ്ങൾ. പ്രമാദീനി, പ്രക്ഷുബ്ധമായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹരന്തി അർത്ഥം ആവേശം പകരുക. പ്രസഭം അർത്ഥം ബലമായി. മനഃ മനസ്സ്. ശ്ലോകാർത്ഥം എന്താണ്? അല്ലയോ കൗന്ദേയ, ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രയത്നിക്കുന്ന ജ്ഞാനിയായ പുരുഷൻ്റെ മനസ്സിനെ പോലും തകർക്കുന്നവയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അവ മനസ്സിനെ ബലാൽ അപഹരിക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി ഒരു മനുഷ്യൻ സദാ പ്രയത്നിച്ചാൽ പോലും ഈ ഇന്ദ്രിയ വിഷയങ്ങൾ അവൻ്റെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളെ കൈവെടിഞ്ഞ് തപസ്സനുഷ്ഠിക്കുന്ന സന്യാസിമാർക്ക് പോലും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇല്ലേ? നമ്മൾ ഒരുപാട് കഥകൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ മാർക്കണ്ഡേയ മുനിയെപ്പറ്റി വരെ പറഞ്ഞു, ഇല്ലേ? മാർക്കണ്ഡേയ മുനിയുടെ മനസ്സിനെ പോലും ഇളക്കാൻ ചില വിഷയങ്ങൾക്ക് സാധിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യുന്ന സാധകരെ പോലും ഇളക്കി മറിക്കുന്നതിനായിട്ട് ഈ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ശക്തിയുള്ളതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനനിഷ്ഠയിൽ പോലും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി വശപ്പെട്ടു എന്ന് വരികയില്ല.
പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകാത്തിടത്തോളം കാലം സ്ഥിതപ്രജ്ഞത്വം പ്രാപിക്കുന്നില്ല എന്ന് അർത്ഥം. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഭഗവാനോട് പൂർണ്ണമായ ഭക്തിയും വിശ്വാസവും സ്നേഹവും അർപ്പണ മനോഭാവവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇന്ദ്രിയ വിഷയങ്ങളെ അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ഏകാദശി വരുന്നു, അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് മറ്റെന്തെങ്കിലും ഒരു പരിപാടി വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഏകാദശി വ്രതം അങ്ങ് മാറ്റിവെക്കും. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം, നാമം ജപിക്കുന്ന കാര്യം, ഇന്നാകട്ടെ നാളെ ആകട്ടെ അങ്ങനെയൊക്കെ കരുതും അല്ലേ? ഇന്ന് മീൻ കഴിച്ചു, അതുകൊണ്ട് വേണ്ട, നാളെ ആകട്ടെ. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഇന്ദ്രിയ സുഖങ്ങളെ നമുക്ക് അടക്കാൻ സാധിക്കുന്നില്ല. അതാണ് കാരണം. അവിടെ മടി, അതുപോലെ നമ്മുടെ നാവിൻ്റെ കൊതി, മനസ്സിൻ്റെ ചാഞ്ചാട്ടം, ഇതൊക്കെയാണ് നമ്മളെ കൂടുതലായിട്ടും ഭരിക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല, താപസന്മാർക്ക് പോലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോഴാണോ സാധാരണക്കാരായ മനുഷ്യർക്ക്, അവർക്കും അങ്ങനെ മനസ്സിനെ പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ ഭഗവാനോട് അപാരമായ സ്നേഹമുണ്ടായാൽ മാത്രമേ, സർവവും ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കത്തുള്ളൂ എന്നാണ് സർവേശ്വരൻ ഇവിടെ പറഞ്ഞു തരുന്നത്. പെട്ടെന്നൊന്നും നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നത്, നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക, മറ്റുള്ള ആളുകളെ പറ്റി അവരുടെ കുറ്റവും കുറവും അല്ലെങ്കിൽ അനാവശ്യമായി അവരെ ദുഷിക്കുന്ന കാര്യങ്ങളും നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നതും ഒക്കെ നിർത്തിയിട്ട് ആ സമയം നാമം ജപിക്കുക, കഥകൾ കേൾക്കുക എന്നൊക്കെ പറയുന്നത് അതും ഒരു ഇന്ദ്രിയ നിഗ്രഹണമാണ്. കാരണം നമുക്കെല്ലാവർക്കുമുള്ള ഒരു വാസനയാണ് എന്തെന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള അമിതമായ താല്പര്യം. ഒരു ഫോൺ വിളിച്ചിട്ട് പലപ്പോഴും പലരും ഇങ്ങനെ മണിക്കൂറുകൾ സംസാരിക്കുന്നത് കാണാം. എന്തിനാണ് ഇങ്ങനെ മണിക്കൂറുകൾ സംസാരിക്കുന്നത്? എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? ഉക്രൈനിൽ ബോംബിട്ട കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയൊന്നും അല്ലല്ലോ പറയുന്നത്. എന്താണ് പറയുന്നത്? അവർ പറയുന്നത് നമ്മുടെ ബന്ധുക്കളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോയി ഇവരിങ്ങോട്ട് പോയി, അയലത്തുകാരുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് അതിൻ്റെ കുറ്റവും കുറവുകളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ശരി പറയും, ചിലപ്പോൾ തെറ്റ് പറയും, അല്പം കൊതിഞ്ഞുണയും പറയും, ഇല്ലേ, മറ്റുള്ളവരെ പറ്റിയിട്ട് പഴി പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പം ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് കണ്ടമാനം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. നാമം ജപിക്കേണ്ടുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ദോഷത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അവിടെ ഇന്ദ്രിയ നിഗ്രഹണമാണ് നമുക്ക് വേണ്ടത്. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു താല്പര്യം അത് ആദ്യം തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക. അങ്ങനെ സാവധാനം നമ്മുടെ പല ചീത്ത സ്വഭാവങ്ങളും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. എപ്പോഴും ഈശ്വരനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അത് മാത്രം ആലോചിക്കുക. നമ്മുടെ കൂടപ്പിറപ്പുങ്ങൾക്ക് നന്മ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും നല്ലത് മാത്രം കേൾക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ആരെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പം അല്പം തിരക്കുണ്ട്, ഒന്ന് ഫോൺ വെച്ചോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് പറഞ്ഞ് കഴിവതും മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ഇതും ഒരു ഇന്ദ്രിയ നിഗ്രഹണമാണ്. അങ്ങനെ കുറേശ്ശെ നമ്മുടെ ഇത്തരത്തിലുള്ള ചിന്തകളെ, ആഗ്രഹങ്ങളെയൊക്കെ അടക്കി സർവേശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ നിഗ്രഹണം ഇങ്ങനെ സാധ്യമാവുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ
അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹണം കുതിക്കുന്നുണ്ടെങ്കിൽ ആരംഭം മുതലേ ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കി പൂർണ്ണമായി വശപ്പെടുത്തുവാൻ യത്നിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. നമ്മൾ തന്നെ പ്രയത്നിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റുകയുള്ളൂ. ഇന്ദ്രിയങ്ങളെ അടക്കിയ ഒരുത്തനു മാത്രമേ സർവേശ്വരൻ്റെ അപാരമായ കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ അർജുനന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിച്ച് കൊടുക്കുന്നത്. അതിന് നമ്മൾ തന്നെ യത്നിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 61-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ഇതുപോലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കാനായി ശ്രമിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.